വട്ടം ആനന്ദൻ. മൂന്നാമതായിട്ടാണ് ഞങ്ങൾ എന്ന് വെച്ചാൽ എറണാകുളത്തെ വിദ്യാർത്ഥികളൊക്കെ VS അച്യുതാനന്ദൻ എന്ന പേര് കേട്ടു തുടങ്ങിയത്. പിന്നീട് മറ്റ് രണ്ടുപേരെയും പിന്തള്ളിക്കൊണ്ട് VSൻ്റെ ഒരു വളർച്ചയുടെ കാലമായിരുന്നു. അദ്ദേഹം അവിശ്വസനീയമായ രീതിയിലുള്ള വളർച്ച എന്ന് വെച്ചാൽ രാഷ്ട്രീയ വളർച്ച. പതുക്കെ VSനെ ആളുകൾ ഇഷ്ടപ്പെട്ടു തുടങ്ങി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ മാർക്സിസം, ഇടതുപക്ഷം എന്നൊക്കെ പറഞ്ഞാൽ അതിനോടൊക്കെ വലിയ വിരോധമുള്ള ജനവിഭാഗങ്ങളുണ്ട്, ഒരു ആജന്മ ശത്രുതയുള്ളവരുണ്ട്. അവർ പോലും VSനെ ഇഷ്ടപ്പെട്ടു തുടങ്ങി. VSലൂടെ പരിചയപ്പെട്ട കമ്മ്യൂണിസം അവർക്ക് ആകർഷകമായി, അല്ലെങ്കിൽ അവർക്ക് ടോളറേറ്റ് ചെയ്യാവുന്ന ഒരു രാഷ്ട്രീയ വ്യവസ്ഥയായി മാറുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ. VS എപ്പോഴും വളർന്നുകൊണ്ട് മാത്രം ഇരുന്ന ആളല്ല, അദ്ദേഹത്തിന് വലിയ പരാജയങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണത്തിന് മാരാരിക്കുളം, സംഭവിക്കാൻ പാടില്ലാത്ത തോൽവിയാണ് അന്ന് അവിടെ അദ്ദേഹത്തിന് സംഭവിച്ചത്. നഷ്ടമെന്ന് പറഞ്ഞാൽ അദ്ദേഹം അന്ന് ജയിച്ചിരുന്നെങ്കിൽ മുഖ്യമന്ത്രിയാണ്, അതാണ് നഷ്ടമെന്ന് പറയുന്നത്. പക്ഷേ അതിനെയൊക്കെ അദ്ദേഹം നേരിട്ട രീതി എന്ന് പറയുമ്പോൾ തന്നെ ഉപദ്രവിച്ചവരെ പകവരുത്താനും അദ്ദേഹത്തിന് മടിയില്ലായിരുന്നു. അതും ചെയ്തിട്ടുണ്ട്. അതൊക്കെയാണല്ലോ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ. അതൊക്കെയാണല്ലോ ഈ വൈരനിര്യാതന ബുദ്ധി എന്നൊക്കെ ചില പ്രയോഗങ്ങളൊക്കെ ഉണ്ടല്ലോ ഭാഷയിൽ. അതിനും നല്ല ഉദാഹരണമാണ് VS. പക്ഷെ ആ VS ഈ പരാജയങ്ങളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് രാഷ്ട്രീയമായി വളർന്ന് 5 വർഷം എന്ന് വെച്ചാൽ കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു മുഖ്യമന്ത്രി കാലാവധി പൂർത്തിയാക്കിയത്. അദ്ദേഹം കാലാവധി പൂർത്തിയാക്കി. അന്ന് പാർട്ടിക്ക് ഒരു ലേശം താല്പര്യമുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം 5 വർഷം കൂടി മുഖ്യമന്ത്രി ആകുമായിരുന്നു. കേവലം 2 സീറ്റിൻ്റെ കുറവിനല്ലേ അത് നഷ്ടപ്പെട്ടത്. അത് നഷ്ടപ്പെട്ടോട്ടെ എന്നും പാർട്ടി കരുതിയിട്ടുണ്ടാകണം എന്ന് അന്നും തോന്നിയിട്ടുണ്ട്, ഇന്നും തോന്നുന്നുണ്ട്. എന്നൊക്കെ പല കാരണങ്ങളും കാണുമായിരിക്കാം. പക്ഷേ VS അദ്ദേഹം ഏതെല്ലാം പദവികൾ എത്ര വർഷം വഹിച്ചു എന്നതിനേക്കാൾ ഉപരിയായി കേരളത്തിന് മറക്കാനാവാത്ത കണ്ണേ കരളെ എന്നൊക്കെയുള്ള റൊമാൻറ്റിക് മുദ്രാവാക്യങ്ങളൊക്കെ നമ്മൾ കേട്ടത് അത് ആ ജനങ്ങളുടെ മനസ്സിൽ നിന്ന് സ്വാഭാവികമായി ഉയർന്നു വന്നൊരു വികാരമാണത്. അത്രമാത്രം അവർ ഇഷ്ടപ്പെടുന്നു, സ്നേഹിക്കുന്നതാണ്. എന്താണ് ഇഷ്ടപ്പെടാനും സ്നേഹിക്കാനും ഉള്ളത് എന്ന് ചോദിച്ചാൽ നമുക്ക് എണ്ണിപ്പറയാനൊന്നും കഴിയില്ല. ആധുനിക കാലത്തിന് ലോകത്തിന് പറ്റിയ ആളാണോ VS എന്ന് ചിലപ്പോൾ തോന്നിയേക്കാം, അദ്ദേഹത്തിൻ്റെ വേഷവും സംസാരവും സംസാര രീതിയും പ്രസംഗ രീതിയും ഒക്കെ കണ്ടാൽ. പക്ഷേ അദ്ദേഹം ഏറ്റവും ആധുനികനായിരുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹം എപ്പോഴും ഒരു റീഇൻവെൻറ്റ് ചെയ്തുകൊണ്ടിരുന്നു, ഒരു സ്വയം നവീകരണം. അതുകൊണ്ട് അദ്ദേഹത്തിന് സ്വതന്ത്ര സോഫ്റ്റ്വെയർ എന്നൊരു പ്രശ്നം വന്നപ്പോൾ അത് മനസ്സിലാകുന്ന വിഷയമാണ്. അല്ലെങ്കിൽ അതുപോലുള്ള മറ്റ് കാര്യങ്ങൾ